മോളെ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? മോളിച്ചിരി എണീറ്റ് വെള്ളമെങ്കിലും കുടിക്കേ. എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് നിനക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോക്കൂടെ മോളെ? നീ എന്തിനാ ഈ വീട്ടില് ഇങ്ങനെ ഇത്രയും നാണം കെട്ട് നിന്റെ അഭിമാനമൊക്കെ പണയം വെച്ച് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടമ്മേ. പക്ഷെ ഞാൻ എൻ്റെ മോളെ കുറിച്ച് ഓർത്ത് മാത്ര ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നെ. ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് എങ്ങനെയാ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ജീവിക്കുന്നെ? അവളുടെ സുരക്ഷ കൂടി ഞാൻ നോക്കണ്ടേ? പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം മോളെ, അല്ലെങ്കിൽ ഇങ്ങനെ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും. അധികം പാവമായാലും കൊള്ളില്ല മോളെ. പ്രതികരിക്കാൻ അറിയാത്ത പെണ്ണുങ്ങളെല്ലാം മറ്റുള്ളവരുടെ കാൽ കീഴിലായിരിക്കും അവരുടെ ജീവിതം. മോളത് ഓർക്ക്. അമ്മ പറഞ്ഞത് ശരിയാ. പലപ്പോഴും മഹേഷിന്റെ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ ഒന്നും തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല അമ്മ. അമ്മ, മോളോടൊന്നും പറയല്ലേ. അവള് ഹോസ്റ്റലിൽ സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചോട്ടെ. ഇല്ലെങ്കിൽ അവളുടെ ഉള്ള സമാധാനത്തോടെ പോയിട്ട് മര്യാദയ്ക്കൊന്നും പഠിക്കാൻ പോലും കഴിയില്ല. അമ്മയായിട്ട് ഇനി അവളോടൊന്നും പറയാൻ നിൽക്കല്ലേ. ഇല്ല മോളെ, ഞാനായിട്ടൊന്നും പറയില്ല. വെറുതെ എന്തിനാ എൻ്റെ കൊച്ചുമോളെ കൂടി ഞാൻ എന്തിനാ വിഷമിപ്പിക്കുന്നേ? അവൾക്കാണെങ്കിൽ അച്ഛനെന്ന് വെച്ച ജീവനാ. വെറുതെ എന്തിനാ അതിന്റെ മനസ്സുകൂടി വേദനിപ്പിക്കുന്നേ? മോള് റെസ്റ്റ് എടുക്ക്. ശരിയമ്മ.